കൊല്ലം ഏരൂരിൽ ഭാര്യ മാതാവിനെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഏരൂർ പോലീസ് പിടികൂടി. കമുകംചേരി സ്വദേശി ആംബുലൻസ് ഡ്രൈവറായ പ്രമോദ് കുമാറിനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം പിടികൂടിയത്. കസേര ഞാൻ ഇരിക്കുമായിരുന്നു. ആ കസേര ഇരുന്ന സമയത്ത് എന്നെ പിടിച്ച് ഒരൊറ്റ തള്ള്. ഞാൻ ഇട്ടിരുന്ന വസ്ത്രം വരെ വലിച്ചങ്ങ് കീറി കഴിഞ്ഞ് ഞാൻ ഈ നിലയും വിളിച്ചും കൊണ്ട് ഞാൻ അങ്ങ് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ചെന്ന് അവിടുന്ന് എല്ലാവരും കൂടെ ഓടിക്കൊണ്ട് കയറി വന്ന് അതെല്ലാം കഴിഞ്ഞ് അമ്മച്ചി ഞാൻ അവിടെ ഇരുന്ന് പേടിച്ച് ഞാൻ എന്നിട്ട് എൻ്റെ അമ്മായിയമ്മയും വിളിച്ച് എൻ്റെ നാത്തൂനെയും വിളിച്ച് വിവരം പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ മദ്യപിച്ചെത്തിയ പ്രമോദ് ഭാര്യ രഞ്ജിനിയുമായി വഴക്കുണ്ടാക്കുകയും മരത്തടിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭയന്നോടിയ രഞ്ജിനി തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഭാര്യമാതാവ് ഉഷയ്ക്ക് നേരെ തിരിഞ്ഞ പ്രതി ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അമ്മ അറിഞ്ഞ് ഇവിടെ കിടന്ന് അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കാണാം അമ്മ ഒരൊറ്റ പിടിച്ച് തള്ളാക്കും കോങ്ങായിക്കെല്ലാം കൂടെ മേലോട്ടങ്ങ് പൊക്കിയെടുത്ത് വെച്ച് കസേര കൊണ്ടുവന്ന് പടവും അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ കിടന്ന് അവിടെ വായനക്കാരുടെ നേരെ മൊത്തം യുദ്ധമായിരുന്നു. അവരുടെയും വഴക്കുണ്ടാക്കി അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കും ഇതെല്ലാം. അത് കഴിഞ്ഞാൽ വെച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഞാൻ കത്തിച്ചു വന്നതെന്ന് അറിയുമ്പോൾ ഞങ്ങൾ പുക അടിക്കുന്ന കണ്ടുകൊണ്ട് ഓടി വന്ന് നോക്കിയപ്പോൾ കാണാം ഈ ഒരു വീട് മൊത്തം നിന്ന് കത്തുന്നു. ഈ ഒരു മുറിക്കകം എനിക്ക് എൻ്റെ തുണികൾ സകലതും വാരിയിട്ട് ചുട്ട് കളഞ്ഞു. ആക്രമണത്തിന് ശേഷം വീണ്ടും വീട്ടിലെത്തിയ പ്രമോദ് വസ്ത്രങ്ങൾക്ക് തീയിടുകയും ടിവിയും ഫാനും അടക്കമുള്ള ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ആംബുലൻസ് ഡ്രൈവറായ പ്രതി അക്രമത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. രഞ്ജനിയുടെ പിതാവ് അർജുനൻ പിള്ള നൽകിയ പരാതിയിലാണ് ഏരൂർ പോലീസ് കേസെടുത്തത്. പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ പോയ പ്രതിയെ തിരുവനന്തപുരത്തെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കൊല്ലം.